ചില വാർത്തകൾ കേൾക്കുമ്പോൾ കേരളത്തിൽ ജീവിക്കാൻ തന്നെ ഭയം തോന്നുകയാണ്. പൊതുസ്ഥലത്തും ട്രെയിനിലും ബസ്സിലും സ്വന്തം വീട്ടിൽ പോലും സുരക്ഷയില്ലാത്ത അവസ്ഥ. ലഹരിക്കടിമകളായവർ ആരെയും തല്ലാനും കൊല്ലാനും മടി കാണിക്കില്ല. മുൻ വൈരാഗ്യം മാത്രമല്ല, പെട്ടെന്നുള്ള പ്രകോപനം പോലും കൊലപാതകത്തിൽ കലാശിക്കുന്ന കാഴ്ച. തൃശ്ശൂരിൽ TTEയുടെ ജീവനെടുത്തത് പെട്ടെന്നുള്ള പ്രകോപനവും ലഹരിയുടെ ഉപയോഗവുമാണ്. നാടിനെ നടുക്കിയ TTEയുടെ കൊലപാതകവും, ആലപ്പുഴയിൽ റിസോർട്ട് ജീവനക്കാരിയുടെ ദുരൂഹ മരണവും, മലപ്പുറം വേങ്ങരയിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ വാർത്തയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നും നമ്മൾ കേട്ടത്. ട്രെയിനിൽ നിന്നും യാത്രക്കാരൻ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ TTE വിനോദിന്റെ മരണം ഉറ്റവർക്ക് മാത്രമല്ല, സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും സഹിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, ചെറുവേഷങ്ങളിലൂടെ സിനിമകളിലും സാന്നിധ്യം അറിയിച്ച കലാകാരൻ. വിനോദിനെക്കുറിച്ച് പലർക്കും പറയാൻ ഒട്ടേറെ കഥകളുണ്ട്. പക്ഷേ ലഹരിക്കടിമയായ ഇതര സംസ്ഥാനക്കാരൻ്റെ ക്രൂരത ഒരു കുടുംബത്തെയാണ് അനാഥരാക്കിയത്. എറണാകുളം മഞ്ഞുമലിലെ വസതിയിൽ വിനോദിന് അന്ത്യയാത്ര പറയാനെത്തിയവർ ഉള്ളുനീറുന്ന വേദനയോടെയാണ് അവിടെ നിന്നും മടങ്ങിയത്. ഇങ്ങനെയുള്ള കൊലയാളിക്ക് വേണ്ടിയും കേസ് വാദിക്കാൻ ഹൈക്കോടതിയിൽ നിന്നും അഭിഭാഷകനെത്തി. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് സംസ്ഥാനത്ത് നിന്ന് നടക്കുന്ന ആ സംഭവം ഉണ്ടായത്. അതിദാരുണമാമിതം ഒരു TTE കൊല്ലപ്പെടുന്നു. എറണാകുളം പട്ന എക്സ്പ്രസിലെ S11 കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ ചോദ്യം ചെയ്തതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം. അതിഥി തൊഴിലാളിയായ രജനീകാന്ത് എന്ന ഒഡീഷ സ്വദേശി ടിക്കറ്റ് ഇല്ലാതെ S11 കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയും പിഴയടച്ച് യാത്ര ചെയ്യാനാകൂ എന്ന നിലപാടിൽ TTE വിനോദ് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അതേ തുടർന്നുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് TTEയെ രജനീകാന്ത് എന്ന ഈ ഒഡീഷക്കാരൻ പുറത്തേക്ക് തള്ളിയിട്ടത്. 10 മിനിറ്റോളം TTE വിനോദ് ട്രെയിനിൽ തൂങ്ങിപ്പിടിച്ച് കിടന്നുവെന്ന് പോലീസ് നമ്മോട് പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത ട്രാക്കിലേക്ക് വീഴുകയും അടുത്ത ട്രാക്കിലൂടെ വന്ന ട്രെയിൻ കയറി ഇറങ്ങിയാണ് വിനോദ് മരിക്കുന്നത്. വിനോദിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ, ചിതറിപ്പോയ പല ഭാഗങ്ങളും കണ്ടെടുക്കാൻ തന്നെ പോലീസ് നന്നേ പാടുപെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ ഉണ്ടായത്. ഇതൊക്കെയാണെങ്കിലും വിനോദിന്റെ കുടുംബം ഉൾപ്പെടെ വിനോദിന്റെ സഹോദരി നമുക്ക് മുന്നിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിഥി തൊഴിലാളികളെ ഇങ്ങനെ അഴിച്ചുവിടുന്നത് എന്തുകൊണ്ടാണ്? ഒരു കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിലേക്ക് മാത്രം ഇത്തരം അപകടങ്ങൾ വരുമ്പോൾ മാത്രം അതിഥി തൊഴിലാളികളുടെ അക്രമവാസനയെ പറ്റിയും ഇവർ അക്രമാസക്തരാകുന്നതിനെ പറ്റിയും നമ്മൾ ചിന്തിച്ചു പോകുന്നത് എന്താണ്? ഇവരെ തടയിടാൻ ഒരു നിയമവും നമ്മോടൊപ്പമില്ലേ? ഒരു സുരക്ഷിതത്വവും നമുക്കില്ലേ എന്ന ചോദ്യമാണ് അവരുന്നയിക്കുന്നത്. വിനോദിന്റെ മരണത്തോടെ ആകെ ആശങ്കയിലായിരിക്കുകയാണ് ആ കുടുംബം. എല്ലാവിധ സഹായങ്ങളും എല്ലാവർക്കും ചെയ്യുന്നതായിരുന്നു എൻ്റെ ആംഗ്ല. എന്നിട്ട് അവൻ്റെ ഈ ഗതി വരുമ്പോന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല വണ്ണവും പൊക്കമുള്ള ഒരാള് ഈ ഇവന്മാരുടെ ഈ ക്രൂരതയ്ക്ക് ഇരയായി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഞങ്ങളുടെ കുടുംബത്തിന് ആളില്ലാണ്ടായി. ഇവരെ എല്ലാം ഇവിടെ നടന്ന് പ്രോത്സാഹിപ്പിച്ച് ഇതുപോലുള്ള ഓരോരോ അപകടങ്ങൾ മറ്റുള്ളവർക്കും ഇപ്പൊ നമുക്ക് വന്നപ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. ഇതുപോലെയല്ലേ ഓരോ സംഭവങ്ങളും നടന്നു. വനിതാ സഹപ്രവർത്തകർ പലരും നമ്മളോട് ചോദിച്ചത് ഇങ്ങനെയാണ്: ഞങ്ങൾ വനിതാ TTEമാരാണ്, കേരളത്തിന്റെയും RPFന്റെയും പോലീസിന്റെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടെന്ന് റെയിൽവേ പറയുന്നു. എന്നിട്ട് പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും രക്ഷയ്ക്കെത്താറില്ല. ഇത്തരമൊരു സാഹചര്യത്തെ വിനോദിനെ പോലെ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യന് അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
സ്ത്രീകളെ പോലെയുള്ള സാധാരണക്കാരെ പോലെയുള്ള മനുഷ്യർ എങ്ങനെ അതിജീവിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഞങ്ങൾ ലേഡി ടിറ്റീസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മിക്കവാറും എല്ലാം രാത്രികാല വണ്ടികളിലാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഒരു മനോധൈര്യം ഇല്ലാണ്ടിരിക്കാൻ ഞങ്ങൾക്ക് സെക്യൂരിറ്റി വേണം, ഇല്ലാണ്ട് ഞങ്ങൾക്ക് വണ്ടിക്കകത്ത് പോകാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾക്ക് പേടിയാണ്. രാത്രികാല വണ്ടികൾ മിക്കവാറും എല്ലാം നൈറ്റ് ഡ്യൂട്ടി ട്രെയിൻസാണ് ഞങ്ങൾക്ക് വരുന്നത്. ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് പറ്റും? ജോലിയോടൊപ്പം പാഷനായി ഉള്ള സിനിമയും കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊക്കെ വിനോദിനെ അടയാളപ്പെടുത്തുന്നത് ഒരുപാട് തരത്തിലാണ്. ഏതായാലും ഒരു അതിഥി തൊഴിലാളിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ ആ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ്. വിനോദിന്റെ സംസ്കാര ചടങ്ങുകൾ മഞ്ഞുമ്മലിലെ വീട്ടിൽ നടന്നു. ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ നെടുമുടിയിലുള്ള ഹോം സ്റ്റേയിലെ ജീവനക്കാരിയുടെ ദുരൂഹമരണത്തെക്കുറിച്ച് കേട്ടാൽ ആരും ഒന്ന് ഭയക്കും. അയനാസ് എന്ന ഹോം സ്റ്റേയിലെ ജീവനക്കാരി അസം സ്വദേശിനി ഹസീറ കൗതുമിന്റെ മരണം കൊലപാതകമെന്നാണ് സംശയം. ഹോം സ്റ്റേക്ക് പിന്നിലുള്ള വാട്ടർ ടാങ്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴുത്തിൽ പർദ്ദയുടെ ഷാൾ മുറുകിയ നിലയിലായിരുന്നു. ഇരു കാതുകളിലെയും കമ്മൽ നഷ്ടപ്പെട്ടു. ഒരു കാതിലെ കമ്മൽ പറിച്ചെടുത്ത നിലയിൽ. മോഷണത്തിനിടെ നടന്ന കൊലപാതകമാണോ അത്, അതോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. രാവിലെ മുതൽ ഹസീറയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഹോം സ്റ്റേക്ക് പിന്നിൽ ഹസീറ താമസിക്കുന്ന ഷെഡിന് സമീപത്തെ വാട്ടർ ടാങ്കിനടുത്ത് മൃതദേഹം കണ്ടത്. കഴുത്തിൽ പർദ്ദയുടെ ഷാൾ മുറുകിയ നിലയിലായിരുന്നു മൃതദേഹം. ഇരു കാതുകളിലെയും കമ്മൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കാതിലെ കമ്മൽ പറിച്ചെടുത്ത നിലയിലാണ് കാണപ്പെട്ടത്. കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. 4 മാസമായി ഹോം സ്റ്റേയിൽ ജോലി ചെയ്തു വരികയാണ് ഹസീറ. സംശയാസ്പദമായ സാഹചര്യങ്ങളൊന്നും ഹസീറയെ പറ്റി ഇല്ലായിരുന്നുവെന്ന് ഹോം സ്റ്റേ ഉടമ വേണുഗോപാലൻ നായർ പോലീസിനോട് പറഞ്ഞു. രാത്രി 11 മണിക്കാണ് ഹസീറയെ അവസാനമായി കണ്ടത്. ഭക്ഷണം കഴിച്ച ശേഷം താമസിക്കുന്ന മുറിയിലേക്ക് പോയതായിരുന്നു. ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തതിന് ശേഷം 11 മണിക്ക് അതുപോലെ ഒരു കഥ അടച്ച് കിടന്നു. പിറ്റേ ദിവസം രാവിലെ കാണാതെ വന്നപ്പോഴത്തേക്കും പരിസരവാസികളും ഇതിൻ്റെ ഉടമസ്ഥ ഇതിൻ്റെ നടത്തിപ്പുകാരും അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് വീടിന് പുറകുവശത്തെ വാട്ടർ ടാങ്കിന് സമീപം മരിച്ചവരെ കാണുന്നത്. മൃതദേഹത്തിനടുത്ത് യാത്രയ്ക്ക് പോകുന്ന തരത്തിൽ പാക്ക് ചെയ്ത ബാഗും ഒരു ചാക്കും കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ പർദ്ദ ധരിക്കാത്ത ഹസീറ പർദ്ദ ധരിച്ച് കാണപ്പെട്ടതിനാൽ യാത്രക്കിറങ്ങിയതാണെന്ന് സംശയമുണ്ട്. ശമ്പളം നൽകിയപ്പോൾ യാത്ര പോകുന്ന വിവരം ഉടമസ്ഥരെ അറിയിച്ചിരുന്നില്ല. ജില്ലാ പോലീസ് മേധാവി നേരിട്ട് സ്ഥലത്തെത്തിയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഭർത്താവ്, മകൻ എന്ന് പരിചയപ്പെടുത്തി 2 പേർ ഹസീറയെ കാണാൻ വരാറുണ്ട്. ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴത്തെ അന്വേഷണം. പമ്പയാറിനും നെൽപ്പാടത്തിനും നടുക്കുമുള്ള തുരുത്തിലാണ് ഹോം സ്റ്റേ. ഇവിടങ്ങളിൽ CCTV ഇല്ലാത്തതും പോലീസിനെ കുഴക്കുന്നുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. കേരളത്തിൽ സാത്താൻ സേവക്കാരും ബ്ലാക്ക് മാജിക്കുകാരും ഇപ്പോഴുമുണ്ടോ? മലയാളി ദമ്പതിമാരും അധ്യാപികയായ സുഹൃത്തും അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതോടെ വീണ്ടും ഈ ചോദ്യം ഉയരുകയാണ്. കോട്ടയം സ്വദേശികളായ നവീനും ഭാര്യ ദേവിയും അധ്യാപികയായ ആര്യയും ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിച്ച് പുനർജന്മത്തെക്കുറിച്ച് ചിന്തിച്ചവരാണോ? അതിനാണോ അവർ സ്വയം ജീവനൊടുക്കിയത്? മരിച്ചവർ പുനർജനി എന്ന സംഘടനയിൽ അംഗമായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ദുർമന്ത്രവാദവുമായി സംഘടനയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് ഇനിയും വ്യക്തമായിട്ടില്ല. മലയാളി ദമ്പതിമാരായ നവീൻ തോമസ്, ഭാര്യ ദേവി, ഇവരുടെ സുഹൃത്തായ അധ്യാപിക ആര്യ എന്നിവർ മരിച്ച സംഭവത്തിൽ അരുണാചൽ പ്രദേശ് പോലീസും ബ്ലാക്ക് മാജിക് സാധ്യത തള്ളിയിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പും ശരീരത്തിലെ മുറിവുകളുമൊക്കെയാണ് ഇതിന് കാരണം. കേസ് അന്വേഷണത്തിന് 5 പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ അരുണാചൽ പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. 3 രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചിരുന്നുവെന്ന് പോലീസ് സംശയിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിലെ ഇക്കാര്യം വ്യക്തമാകൂ. മുറിയിൽ നിന്ന് മരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ മുടി, കറുത്ത വളകൾ, 3 പേരും ഒപ്പിട്ട ആത്മഹത്യാക്കുറിപ്പ് എന്നിവയും കണ്ടെടുത്തു. ഇതിൽ ബന്ധുക്കളെ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറും എഴുതിയിരുന്നു. ആര്യ മകളാണെന്ന് പറഞ്ഞാണ് ഇവർ മുറിയെടുത്തത്.
വെള്ളിയാഴ്ച ഹോട്ടലിലെത്തിയ 3 പേരും ശനിയും ഞായറും പുറത്തുപോയിരുന്നു. തിങ്കളാഴ്ച മുതൽ ഇവരെ ഹോട്ടൽ ജീവനക്കാർ പുറത്തു കണ്ടിട്ടില്ല. സ്ത്രീകളെ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തെരഞ്ഞതായി പോലീസ് കണ്ടെത്തി. മരണത്തിൽ അടിമുടി ദുരൂഹതയുള്ളതിനാൽ അരുണാചൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ആര്യയുടെ വിവാഹം അടുത്ത മാസം 7 നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ്. 27-ാം തീയതി മുതൽ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ആര്യയെ നവീനും ദേവിയും കുടുക്കിയതാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. യാതൊരു തരത്തിലുള്ള കുട്ടിയെക്കുറിച്ച് വേറൊരു ബാക്ക് ഒരു ഇല്ല. വളരെ നല്ല സ്വഭാവവും വളരെ ഈശ്വരഭക്തിയും അമ്പലത്തിൽ പോകുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷേ ആരെങ്കിലും ട്രാപ്പിൽ വീണതാണോ ഒന്നും നമുക്കറിയില്ല. അതിനിപ്പോൾ അത് നല്ല അടുപ്പായിരുന്നു. കാരണം ഒരേ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അവരാണ് അടുത്ത ഫ്രണ്ടായിട്ടുള്ളത്. ആ കുട്ടി അവരോട് വരാറുണ്ട്, അങ്ങോട്ട് ബന്ധപ്പെടാറുണ്ട് ഒക്കെ ഉണ്ട്. അല്ല അത് കൂടുതൽ നമുക്ക് പറഞ്ഞോട്ടെ. ഇപ്പോൾ കുട്ടികളെ ആരുമില്ല, അവരെ പെൺകുട്ടികൾ ഫോൺ ചെയ്യണമൊക്കെ നമ്മൾ അത് വേറെ പുരുഷനായിട്ടാണ് ബന്ധമെങ്കിൽ നമ്മൾ അന്വേഷിക്കണം. ഇത് അങ്ങനെയല്ല, ഒരു കൂടെ ഉള്ള ഒരു സ്റ്റാഫിൻ്റെ കൂടെ. അപ്പോൾ അത് ശരി, ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു. അതിൽ വീട്ടുകാരും അതിനകത്ത് വേറെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു, അങ്ങനെ ഇതായിരുന്നു. പക്ഷേ ഇതൊക്കെയാണ് അവരുടെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ അയക്കും. ഇതിനിടെ നവീന്റെ കാർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ബ്ലാക്ക് മാജിക് അടക്കമുള്ള ഇടപാടുകളിലേക്ക് എങ്ങനെ ഇവരെത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കേരള പോലീസും അന്വേഷിച്ചു വരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. വൃദ്ധമാതാപിതാക്കളുടെ സ്വാഭാവിക മരണങ്ങൾ പോലും ഇക്കാലത്ത് അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയില്ല. മലപ്പുറം വേങ്ങര സ്വദേശി അബ്ദുറഹ്മാന്റെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത് പോലീസിന് തോന്നിയ സംശയമാണ്. 6 മാസം മുൻപ് നടന്ന സംഭവത്തിൽ കൊലയാളി മകനെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് മകൻ മുഹമ്മദ് അൻവർ പിതാവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലാണ് മകനെ കുടുക്കിയത്. സെപ്റ്റംബർ 18 വീട്ടുവളപ്പിലെ കുളത്തിലാണ് അബ്ദുറഹ്മാനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ സംശയം തോന്നിയ പോലീസ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചതിനാലാണ് അബ്ദുറഹ്മാൻ മരിച്ചതെന്ന് കണ്ടെത്തി. തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. മകനായ അൻവറിന്റെ ചികിത്സയ്ക്കുള്ള പണം അബ്ദുറഹ്മാൻ കൊടുക്കാത്തതിലുള്ള വിരോധത്താൽ ഇരുവരും തമ്മിൽ വീട്ടിൽ വെച്ച് വാക്കുതർക്കമുണ്ടായി. തുടർന്ന് അൻവർ പിതാവിനെ കഴുത്തിന് പിടിച്ചമർത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മരണം ഉറപ്പുവരുത്തിയ ശേഷം മൃതദേഹം വീടിന് പിൻവശത്തെ കുളത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പിതാവിനെ കാണാനില്ല എന്ന് പറഞ്ഞ അൻവറാണ് ബന്ധുക്കളെ ഫോൺ ചെയ്ത് അറിയിച്ചത്. ജില്ലാ പോലീസ് മേധാവി ശശിധരൻ IPSന്റെ നിർദ്ദേശാനുസരണം മലപ്പുറം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് മനോജ് T, പോലീസ് ഇൻസ്പെക്ടർ ദിനേശ് കോറോത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ന്യൂസ് 18 തിരൂർ. പണത്തിനും സ്വത്തിനും വേണ്ടി മാതാപിതാക്കളെയും ഉറ്റവരെയും കൊലപ്പെടുത്തുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മലപ്പുറം നടുവത്ത് ഭാര്യ മാതാവിനെ യുവാവ് കൊലപ്പെടുത്തിയതിന്റെ കാരണമറിഞ്ഞാൽ ആരുമൊന്ന് ഞെട്ടും. ഉച്ച ഊണിന് കോഴിക്കറിയില്ലെന്ന് പറഞ്ഞുള്ള വീട്ടിലെ തർക്കത്തെ തുടർന്നായിരുന്നു അരുംകൊല. പാത്രം കഴുകുകയായിരുന്ന ചേന്നംകുളങ്ങര സ്വദേശിനി സൽമത്തിനെ പിന്നിൽ നിന്ന് കമ്പിപ്പാര കൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. സൽമത്തിനെ മകൾ സജ്നയുടെ ഭർത്താവായ കല്ലുടുമ്പ് സമീറാണ് വെട്ടിയത്. തെങ്ങുകയറ്റ തൊഴിലാളിയായ സമീർ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കോഴിയിറച്ചിയുമായി ബന്ധപ്പെട്ട തർക്കം ഉടലെടുക്കുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സൽമത്തിന്റെ തലയിൽ 5 തവണയാണ് സമീർ വെട്ടിയത്.
തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സൽമത്ത സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ വണ്ടൂർ പോലീസ് പ്രതിയായ സമീറിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സമീറിനെതിരെ കൊലക്കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇയാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി. സൽമത്തിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊണ്ടോട്ടി ഓമാനൂരിലെ ബന്ധുക്കൾക്ക് കൈമാറി. മദ്യത്തിനും ലഹരിമരുന്നിനും അടിമയായ സമീർ നിരന്തരം ഭാര്യയെയും മക്കളെയും അമ്മായിയമ്മയെയും ഉപദ്രവിക്കുക പതിവായിരുന്നെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 മലപ്പുറം. നിസ്സാര കാരണങ്ങളുടെ പേരിൽ ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ പോലും ഇങ്ങനെ ജീവനൊടുക്കുന്ന വാർത്ത കേട്ടാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. കൊല്ലം പുനലൂരിൽ 4ാം ക്ലാസ്സുകാരനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുനലൂർ ആറ്റുമല സ്വദേശി നസീറിൻ്റെയും ഷബാനിയുടെയും മകൻ 9 വയസ്സുകാരനായ മുഹമ്മദ് റിസ്വാനാണ് മരിച്ചത്. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:00-ഓടെയാണ് സംഭവം. കുട്ടിയുടെ മാതാവും സഹോദരിയും പുനലൂരിൽ പോയിരിക്കുകയായിരുന്നു. സുഹൃത്തുക്കൾക്കും മറ്റൊരു സഹോദരിക്കുമൊപ്പം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ട് നിന്ന മുഹമ്മദ് റിസ്വാൻ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോയി. ഏറെ നേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതിരുന്നതിനെ തുടർന്ന് സഹോദരി അന്വേഷിച്ചപ്പോഴാണ് വീടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കുട്ടികളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസികൾ കതക് പൊളിച്ച് റിസ്വാനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാളക്കോട് പെട്രോൾ പമ്പിന് സമീപം വാടകയ്ക്ക് താമസിക്കുകയാണ് നസീറും കുടുംബവും. പുനലൂർ പോലീസ് എത്തി സംഭവം നടന്ന വീടും മുറിയും വിശദമായി പരിശോധിച്ചു. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പുനലൂർ. തിരുവനന്തപുരം മണ്ണന്തല മുക്കോലയിൽ ആളൊഴിഞ്ഞ സ്ഥലത്തുണ്ടായ സ്ഫോടനമാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. അനധികൃത ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറി ഉണ്ടാവുകയായിരുന്നു. നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരിൽ ഒരാളുടെ കൈപ്പത്തി തകർന്നു. മറ്റ് 2 പേർക്കും പരിക്കുണ്ട്. ഇതിൽ ഒരാൾക്കെതിരെ അനധികൃത ബോംബ് നിർമ്മാണത്തിന് നേരത്തെയും കേസുള്ളതായാണ് വിവരം. നെടുമങ്ങാട് സ്വദേശിയായ 17-കാരന്റെ കൈപ്പത്തികളാണ് ബോംബ് നിർമ്മാണത്തിനിടെ തകർന്നത്. നെടുമങ്ങാട് സ്വദേശി അനിരുദ്ധനാണ് കൈപ്പത്തികൾ നഷ്ടപ്പെട്ടത്. അനിരുദ്ധിനെതിരെ അനധികൃത ബോംബ് നിർമ്മാണത്തിന് നേരത്തെയും കേസുള്ളതായാണ് വിവരം. ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചാണ് സംഘം ബോംബുകൾ നിർമ്മിച്ചത്. അനിരുദ്ധിന് ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ അഖിലേഷ്, കിരൺ, ശരത് എന്നിവർക്കും പരിക്കേറ്റു. അഖിലേഷിന് കാലിന് ഗുരുതരമായി പരിക്കുണ്ട്. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഘത്തിലുണ്ടായിരുന്ന കിരണിന് വഞ്ചിയൂരിൽ ബൈക്ക് മോഷണ കേസുണ്ട്. പരിക്കേറ്റ എല്ലാവർക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ആരെങ്കിലും വീടിൻ്റെ കതകിൽ വന്ന് മുട്ടിയാൽ ഉടൻ വാതിൽ തുറക്കാതിരിക്കുക. ഇടുക്കി കട്ടപ്പനയിലെ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടാൽ നമ്മളൊക്കെ അല്പം ജാഗ്രത പുലർത്തണം. കട്ടപ്പന സ്വദേശിനിയായ യുവതിയെ മുളകുപൊടി എറിഞ്ഞ് കടന്നു പിടിച്ചത് പട്ടാപ്പകലാണ്. ഇവർ ബഹളം വെച്ചതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് 16-കാരനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പീഡന ശ്രമം, വീടിനുള്ളിൽ അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുത്തു. കട്ടപ്പന കൊച്ചുതോവാള നിരപ്പേക്കട സ്വദേശിയായ 30-കാരിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വൈകിട്ട് 5:30-ഓടെയാണ് സംഭവം. യുവതിയും ഭർത്താവും മാത്രമാണ്
ഇവിടെ താമസം. ഭർത്താവ് കട്ടപ്പനയിൽ ജോലിസ്ഥലത്തായിരുന്നതിനാൽ യുവതി തനിച്ചാണ് വീട്ടിലുണ്ടായിരുന്നത്. വൈകിട്ട് 5:30 ആരോ വിളിച്ചപ്പോൾ ഭർത്താവാണെന്ന് കരുതി ഇവർ വന്ന് വാതിൽ തുറന്നു. ഉടൻ അക്രമി മുഖത്ത് മുളകുപൊടി പോലെ എന്തോ വലിച്ചെറിഞ്ഞ ശേഷം കൈകൊണ്ട് യുവതിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. തൊട്ടു പിന്നാലെ പിടിച്ചു വലിച്ചിഴച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. ആദ്യം പകച്ചെങ്കിലും യുവതി പെട്ടെന്ന് തന്നെ പ്രതിരോധിച്ചു. ആദ്യം വന്ന് ഞാൻ വാതിൽ തുറന്ന ഉടനെ ഞാൻ ഇതാരാണെന്ന് ഞാൻ ചോദിക്കുകയും അതെല്ലാം വളരെ നിമിഷങ്ങൾക്കുള്ള സംഭവിച്ചത്. ഞാൻ ചോദിക്കുക ഇയാൾ കയ്യിലുണ്ടായിരുന്ന മുളകുപൊടി അങ്ങനെ എന്തൊക്കെയോ കയ്യിലിങ്ങനെ ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ എൻ്റെ മുഖത്തേക്ക് പൊത്തുകയും കൈ ഇങ്ങനെ പിടിച്ച് ശ്വാസം മുട്ടിക്കാനാണ് ശ്രമിച്ചത്. അപ്പോഴത്തേക്കും ഞാൻ അയാളെ തള്ളി മാറ്റി. ഇപ്പം നമുക്ക് അപകടമാണെന്ന് മനസ്സിലായപ്പോഴേക്കും ഞാൻ കിടന്ന് അലറി വിളിച്ചു. അപ്പോൾ അയാൾ പിന്നെയും ശ്വാസം മുട്ടിക്കാനും മറ്റ് അകത്തേക്ക് വലിച്ചുകൊണ്ട് പോകാനൊക്കെ ശ്രമിച്ചു. അങ്ങനെയുള്ള രീതിയിൽ ശ്രമിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു വലിയ ഭാരം വലിയ വണ്ണമൊന്നും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ പരമാവധി അയാളെ തള്ളി പുറത്തിറക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഈ പറഞ്ഞ പോലെ അയാൾ അങ്ങനെ ഇറങ്ങി ഓടുവാണ്. അപ്പം കാര്യം വഷളാവുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം, ഞങ്ങളൊന്ന് ഒച്ച വെച്ചത് കേട്ടോണ്ടായിരിക്കാം അയാൾ ഇറങ്ങി പുറത്തേക്ക് രക്ഷപ്പെടുകയും. മുഖത്ത് കണ്ണട വച്ച് തുണി കൊണ്ട് മുഖം മറച്ച നിലയിലായിരുന്നു അക്രമി. ചേർത്തുനിന്ന യുവതിയെ കീഴ്പ്പെടുത്താനാകുന്നില്ലെന്ന് കണ്ടതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 16-കാരനെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ കുറ്റം സമ്മതിച്ചതായാണ് വിവരം. പ്രായപൂർത്തിയാകാത്തതിനാൽ നോട്ടീസ് നൽകി രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. ജുവനൈൽ ആക്ട് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പീഡനശ്രമം, വീടിനുള്ളിൽ അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് മുക്കം വല്ലത്തായി മേഖലയിൽ കവർച്ചാ സംഘം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുകയാണ്. ഇക്കഴിഞ്ഞ പുലർച്ചെ വീട്ടമ്മയുടെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞ് മോഷണ ശ്രമമുണ്ടായി. വല്ലത്തായി സ്വദേശി അസീസിന്റെ ഭാര്യ സഫിയുടെ മാല പൊട്ടിക്കാനാണ് ശ്രമം നടത്തിയത്. മുക്കം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇതിനു മുൻപും പ്രദേശത്ത് സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു. പുലർച്ചെ 3:45 മുക്കം വല്ലത്തായി പാറയിൽ മുളകുപൊടി എറിഞ്ഞ് മോഷണശ്രമം നടന്നത്. കാവുങ്ങൽ അസീസിന്റെ ഭാര്യ സഫിയയുടെ മാല പൊട്ടിക്കാനാണ് ശ്രമം നടന്നത്. വീട്ടുകാർ റമദാൻ നോയമ്പിന്റെ ഭാഗമായി പുലർച്ചെ 3:45 ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് സംഭവം. വീടിന്റെ അടുക്കള ഭാഗത്ത് ഒളിച്ചു നിന്നിരുന്ന കള്ളൻ വീട്ടമ്മ വാതിൽ തുറന്നപ്പോൾ 2 തവണ മുളകുപൊടി എറിയുകയും കഴുത്തിലെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. മാല വിട്ടുകൊടുക്കാതെ സഫിയ മോഷ്ടാവുമായി മൽപ്പിടുത്തം നടത്തി. ഇവർ ബഹളം വെച്ചതോടെ കള്ളൻ ശ്രമം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. വാതിൽ തുറക്കുമ്പോൾ ചുമരുമ പറ്റി നിന്ന് 2 പ്രാവശ്യമായിട്ട് മുളകും പൊടി കവറും പേപ്പറും കൂടിയാണ് അതിനെടുത്തിട്ട് ആദ്യം ഒരു പ്രാവശ്യം ഇട്ട്, പിന്നെ 2ാമത്തെ പ്രാവശ്യം ഞാൻ വാതിലെടുത്തപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഓന് കൈകൊണ്ട് തള്ളിക്കാണ്ട് പിന്നെ ഇട്ടുകൊണ്ട് അകത്തേക്ക് കയറി പിടിച്ചത്. ഒരു 10 മിനിറ്റ് ഞങ്ങൾ 2ആളും കൂടി മൽപ്പിടുത്തം പിടിച്ചിട്ടുണ്ട്. അതിൽ ചെറിയ മോളും വന്ന് ഓളെ കൊണ്ട് കഴിയണമായിട്ട് ഓളും നോക്കിക്കണേ. പക്ഷെ മാസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. മാസ്ക് എടുത്തേക്കണമെങ്കിൽ ആളെ മുഖം കിട്ടിയായിരുന്നു. ഇതിനു മുൻപും പ്രദേശത്ത് സമാന രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട്. അസീസിന്റെ വീടിന് തൊട്ടടുത്തുള്ള സൗദ എന്ന വീട്ടമ്മയുടെ 2 പവൻ മാലയും സൗദയുടെ ഉമ്മയുടെ 1.5 പവനും അപഹരിച്ചിരുന്നു. 3 വർഷം മുമ്പ് മറ്റൊരു സ്ത്രീയുടെ മാലയും മോഷ്ടാവ് തട്ടിയെടുത്തു. കള്ളന് കിച്ചണിൽ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. കിച്ചണിൽ ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ആ കാലെടുത്ത് വെച്ച് ആ സ്പോട്ടിൽ തന്നെ കഴുത്തുനിന്ന് മാല ഇങ്ങോട്ട് പിടിച്ച് പറിച്ച് സ്പീഡിൽ ഓടിയിട്ടൊന്നുമില്ല. നല്ല ധൈര്യമായിട്ട് തന്നെ നടന്ന് അങ്ങോട്ട് പോയി. ഓടിയിട്ടൊന്നുമില്ല. മുക്കം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 മുക്കം. പോലീസ് പെട്രോളിന് പോകുന്നത് മലപ്പുറം കാളികാവിലേക്കാണ്. കാളികാവ് ഉദരം പൊയിലിൽ 2.5 വയസ്സുകാരി ഫാത്തിമ നസ്രീന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ്. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമുള്ള തെളിവെടുപ്പിൽ കുട്ടിയുടെ പിതാവ് ഫായിസ് കുറ്റം സമ്മതിച്ചു. ഭാര്യയോടുള്ള വിരോധമാണ് കുഞ്ഞിനെ ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് പ്രതിയുടെ മൊഴി. റിമാൻഡിലായിരുന്ന ഫായിസിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയത്. ആദ്യം കുറ്റം നിഷേധിച്ച ഫായിസ് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമുള്ള തെളിവെടുപ്പിൽ കുറ്റം സമ്മതിച്ചു. ചവിട്ടേറ്റാണ് കുട്ടി മരിച്ചതെന്ന് പ്രതി മൊഴി നൽകി.
വീട്ടിലുണ്ടായിരുന്ന പ്രതിയുടെ സഹോദരിയുടെ സാക്ഷിമൊഴി കൂടി തെളിവെടുപ്പ് സമയത്ത് പോലീസിന് സഹായകമായി. ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷം 2023 ഫായിസ് വിവാഹിതനായത്. വിവാഹ വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചതായി 2021 ഇതേ യുവതി നൽകിയ കേസ് ഫായിസിനെതിരെ നിലനിൽക്കുന്നുണ്ട്. കേസ് പിൻവലിക്കാൻ ഭാര്യയോട് ഇയാൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യമുന്നയിച്ച് മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഭാര്യ നൽകിയ കേസ് വിചാരണാ ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെയാണ് കുട്ടിക്കെതിരെ തിരിയാൻ തുടങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. മാർച്ച് 26 വിചാരണയ്ക്ക് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ച ഫായിസ് വൈരാഗ്യം മൂത്ത് കുട്ടിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ദൃക്സാക്ഷിയുടെയും പ്രതിയുടെയും മൊഴി ഒരുപോലെയാണെന്നും കേസിൽ മറ്റാർക്കും ബന്ധമില്ലെന്നും കാളികാവ് പോലീസ് അറിയിച്ചു. ഫായിസിനെ ഒരു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ന്യൂസ് 18 മലപ്പുറം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ വെങ്കിടങ്ങിൽ വാക്കുതർക്കത്തെ തുടർന്ന് വെടിവയ്പ്. അസം സ്വദേശി അനിമുൾ ഇസ്ലാമിനാണ് വെടിയേറ്റത്. എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച പ്രതി രാജേഷിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചു. പുന്നമറ്റം സ്വദേശി ഷാഹുൽ അലിയെയാണ് തെളിവെടുപ്പിന് എത്തിച്ചത്. മുൻ വൈരാഗ്യവും കുടിപ്പകയും തീർക്കാനുള്ള സ്ഥലമായി മാറുകയാണ് ഉത്സവ പറമ്പുകൾ. തൃശൂർ ഇരിങ്ങാലക്കുട മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനുണ്ടായ സംഘർഷത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി. അരിമ്പൂർ സ്വദേശി അക്ഷയ്യാണ് മരിച്ചത്. സംഘർഷത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ എത്തിയതെന്നാണ് വിവരം. ഗുണ്ടകളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടുന്നതാണ് നമ്മുടെ നാട്ടിൽ കൊലപാതകവും അക്രമവും വർദ്ധിക്കാനുള്ള കാരണം. ഇവർക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.